വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. പലരുടെയും ഹോം സ്ക്രീനിൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. പലരിലേക്കും ഈ വീഡിയോ യൂട്യൂബ് എത്തിക്കും. നമ്മുടെ വീഡിയോയിൽ ഒരാൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആ വീഡിയോവിൻ്റെ ക്വാളിറ്റിയാണോ, വീഡിയോ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി ആണോ, അല്ല സൗണ്ട് ക്വാളിറ്റി ആണോ, ഫുൾ HD, അങ്ങനെ ഒരുപാട് ക്വാളിറ്റികളും പല രീതിയിലും നമ്മൾ വീഡിയോസ് ചെയ്താൽ മാത്രമേ ഒരാൾ വന്ന് നമ്മളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുള്ളൂ. തമ്പനെയിൽ പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും നോക്കുന്നത് തമ്പനെയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഹോം ഫീഡിലൊക്കെ നോക്കുമ്പോഴേക്കും വീഡിയോയ്ക്കകത്ത് എന്താണെന്ന് നമ്മൾ അറിയില്ല. പക്ഷേ ഈ തമ്പനെയിൽ നല്ല ആകർഷകമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചെന്ന് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് പോയി നോക്കും. അപ്പോൾ പലരും വിചാരിക്കുന്ന കാര്യമാണ് ഈ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും വന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ വീഡിയോയിൽ ഒരാൾ ക്ലിക്ക് ചെയ്യുന്നത് വരെ ഈ പിക്ചർ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റിയോ ഒന്നും ആരും അറിയില്ല. ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയ്ക്കുള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 99% ആൾക്കാരും നമ്മുടെ വീഡിയോസിൻ്റെ തമ്പനെയിൽ നോക്കിയിട്ടാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം വീഡിയോസ് ഇങ്ങനെ ഹോം ഫീഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓരോ വീഡിയോസും ചെന്ന് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ കാണണം എന്ന് തീരുമാനിക്കുന്നത്? അതിൻ്റെ തമ്പനെയിൽ നമ്മൾ നോക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് യൂട്യൂബ് മാറ്റം വരുത്തിയത്. ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരു തമ്പനെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മുടെ വീഡിയോവിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയും. അപ്പോൾ അത് എത്ര പേര് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു എന്ന് അനലിറ്റിക്സിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വ്യൂസ് കൂടുതൽ കിട്ടാനായിട്ട് അതിന് തമ്പനെയിൽ വന്നിട്ട് ആകർഷകം ഇല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ വീഡിയോയ്ക്കുള്ള ഒരു വാതിലാണ് തമ്പനെയിൽ എന്ന് പറയുന്നത്. ഒരു തമ്പനെയിൽ കൊടുത്തിട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ തമ്പനെയിൽ നമ്മൾ മാറ്റും. പിന്നെയും അത് വ്യൂസ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ പോയിട്ട് തമ്പനെയിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷണം നമ്മൾ ചെയ്താണ് നമ്മൾ തമ്പനെയിൽ കൊള്ളാമോ എന്ന് നോക്കുന്നത്. എന്നാൽ ഒരേ സമയം 3 തമ്പനെയിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുക എന്നൊരു ഫീച്ചറാണ് യൂട്യൂബ് ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3 തമ്പനെയിലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന തമ്പനെയിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഫിക്സ് ചെയ്ത് വീഡിയോസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മറ്റുള്ളവർ ഏത് തമ്പനെയിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്ന് യൂട്യൂബ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ കണ്ടൻറ്റൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് ആ വീഡിയോ നമ്മൾ എല്ലാവരുടെയും മുമ്പിലും എത്തിക്കുന്നത്. അതിന് എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നാലും അതിൻ്റെ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ സാധാരണ ഒരു വീഡിയോയ്ക്ക് തന്നെ എല്ലാവർക്കും ഒരു 2-3 മണിക്കൂറും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ തന്നെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കണമെങ്കിലും നമ്മൾക്ക് ഈ ഓരോ തമ്പനെയിൽ മാറ്റി പരീക്ഷിക്കാനോ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ യൂട്യൂബ് ഈ ഓപ്ഷൻ, ഈ ഫീച്ചർ കൊണ്ടുവന്നതിലൂടെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അനലിറ്റിക്സിൽ ചെന്ന് നോക്കിയിട്ട് ആ 3 തമ്പനെയിൽ കൊടുത്തതിലേക്കും വെച്ചിട്ട് ഏതിലാണ് ആളുകൾ കൂടുതലും ക്ലിക്ക് ത്രൂ റേറ്റ് വരുന്നത് എന്ന് ആ 3-ലത്തെ 1 ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യൂസിനെ മുകളിലോട്ട് കൊണ്ടുപോയി റീച്ച് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണെന്ന് ഉള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ അറിയാത്ത ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ തമ്പനെയിലിനെ കുറിച്ചുള്ള പുതിയ വന്ന അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഫീച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് പോയി നോക്കുക. അനലിറ്റിക്സിൽ അത് ഉണ്ടാവും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നോക്കുക. അപ്പോൾ ധാരാളം ഇതുപോലെ ഈ കുഞ്ഞു കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിന് വഴി നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തും റീച്ചും ഒക്കെ നമുക്ക് നന്നായിട്ട് കൂട്ടുവാനായിട്ട് സാധിക്കും. ആളുകൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണോ, ഏത് തരത്തിലുള്ള തമ്പനെയിലാണോ കണ്ടിട്ട് അവർ നമ്മുടെ വീഡിയോസിനകത്തോട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴി തന്നെയാണിത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറേ പേര് ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ കമൻസ് വഴി ചോദിക്കാറുണ്ട്. ഓരോ ദിവസവും അതിനുള്ള മറുപടിയായിട്ടാണ് പലതും വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. വ്യൂസ് കുറവ് ആയിട്ട് വരുന്നതിനെക്കുറിച്ച് ധാരാളം പേര് സംശയം ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ പുതിയതായിട്ട് വന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ കുറേ വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ചെന്ന് കാണുക. അതുപോലെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് കാണുക വഴി നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ജേണിയെ അത് വളരെയധികം ഇൻഫർമേഷനൊക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ സാധാരണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതുപോലെയുള്ള നല്ല ടോപ്പിക്സുമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ രാവിലെ 9 മണിക്ക് വരുന്നതായിരിക്കും.
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എപ്പോഴും പോലെ ഒരുപാട് നല്ല നല്ല കമൻസും നല്ല നല്ല മോട്ടിവേഷനുമാണ് എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലെനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി കൊണ്ടുതരുന്നത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഒരു തിരിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് വരാതെ ഒരിക്കലും ഇരിക്കില്ല. അതുകൊണ്ട് ക്ഷമയോടെ മുമ്പോട്ട് പോവുക. ഒരു ധൃതിയും വേണ്ട. നമ്മുടെ സമയം നമുക്ക് മുമ്പ് ധാരാളം സമയം ഇങ്ങനെ കിടപ്പുണ്ട്. വെപ്രാളം പിടിച്ചിട്ട് ഓരോ മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് എടുത്ത് ചാടി ചാനൽ തന്നെ പോകുന്നതിന് പകരം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് തന്നെ നീക്കാനായിട്ട് സാധിക്കും. നല്ല ഗ്രോത്തും നല്ല റീച്ചും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾക്കും ഉണ്ടാകും. ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളെ കാണാനായിട്ട് അടുത്ത ഒരു പുതിയ വിഷയവുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ എല്ലാവരും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.